ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ലെസണായിട്ടുള്ള ദ റേസ് എന്ന ഷോർട്ട് സ്റ്റോറിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് നിഷ പഞ്ചാബി എന്ന റൈറ്ററാണ്. അപ്പോൾ ഈ സ്റ്റോറിയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു കോമ്പറ്റീഷനോ അല്ലെങ്കിൽ സ്പോർട്സ് ഇവൻറ്റോ ഒക്കെ നടക്കുമ്പോൾ അതിൽ വിജയിച്ച ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? അഭിനന്ദിക്കാറുണ്ട് അല്ലെങ്കിൽ അനുമോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി അതിൽ പരാജയപ്പെട്ട ഒരു കുട്ടിക്കുണ്ടായ ഒരു അനുഭവമാണ് ഈ ഷോർട്ട് സ്റ്റോറിയിൽ വിവരിക്കുന്നത്. നമുക്ക് ഓഥറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. നിഷ പഞ്ചാബി is a freelance writer based in Lucknow, India. She completed her education including her master's in business administration. She was employed by the Lucknow Times daily magazine of the Times of India as a freelancer. She blogs at shimmeringsunshine.blogspot.com. The Race is an award-winning story in a sports category competition held by the Children's Book Trust, ന്യൂഡൽഹി, ഇന്ത്യ in 2001. അതായത് നമുക്ക് ഇവരുടെ ഡീറ്റെയിൽസ് ഒന്നും കാര്യമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കും. ഒരു MBA ഹോൾഡറാണ്, MBA വിദ്യാഭ്യാസമുള്ള ആളാണ്. അവർ ലക്നൗ ടൈംസ് എന്നുള്ള മാഗസിനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് റേസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി, അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളൊരു സ്റ്റോറിയാണ് റേസ് എന്ന് പറഞ്ഞ ഷോർട്ട് സ്റ്റോറി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. നമുക്ക് എക്സാമിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് സ്റ്റോറി നോക്കാം. തരുൺ വാസ് എ മീഡിയോക്കർ സ്റ്റുഡൻറ്റ്. മീഡിയോക്കർ എന്ന് പറഞ്ഞാൽ ഇടത്തരക്കാരനായ, അതായത് ഭയങ്കര പഠിപ്പിസ്റ്റൊന്നും അല്ലാത്തൊരു വിദ്യാർത്ഥിയായിരുന്നു തരുൺ. ഒരു സാധാരണ നിലയിലുള്ളൊരു വിദ്യാർത്ഥിയായിരുന്നു. ഹിസ് ഗ്രേഡ്സ് കുഡ് ബെയർലി സാറ്റിസ്ഫൈ ഹിസ് പാരൻസ്. അവന് കിട്ടുന്ന ഗ്രേഡ്സിലൊക്കെ അവൻ്റെ പാരൻസ് അത്ര വലിയ സംതൃപ്തരൊന്നും അല്ലായിരുന്നു. ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ, ഡാൻസർ, പെയിൻറ്റർ ഓർ ഈവൻ ആൻ ആക്ടർ. അതിനു പുറമെ അവൻ അത്ര വലിയ സിംഗറോ ഡാൻസറോ പെയിൻറ്ററോ ആക്ടറോ ഒന്നും അല്ലായിരുന്നു. ഹി ഓൾവേസ് തോട്ട് ഓഫ് ഹിംസെൽഫ് ആസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. അവൻ എപ്പോഴും വിചാരിച്ചിരുന്നത് അവൻ്റെ കുടുംബത്തിലെ ഏറ്റവും കൊള്ളരുതാത്തവൻ അവനായിരുന്നു എന്നാണ്. അതായത് ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൊള്ളരുതാത്തവൻ എന്നാണ്, കുടുംബത്തിലെ ഏറ്റവും കൊള്ളരുതാത്തവൻ, അത്ര വലിയ കഴിവൊന്നുമില്ലാത്തവൻ. His elder brother, who was pursuing a degree in engineering from a reputed college, always made the family proud. അവൻ്റെ മൂത്ത സഹോദരന് ഒരു നല്ലൊരു കോളേജിൽ നിന്ന് എൻജിനീയറിംഗ് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ കാര്യത്തിൽ ഫാമിലിക്ക് ഭയങ്കര അഭിമാനമാണുള്ളത്. ആരുടെ കാര്യത്തിൽ? മൂത്ത സഹോദരൻ്റെ. ബട്ട് തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും തരുൺ അത്ര നല്ലവനൊന്നുമല്ലായിരുന്നു. തരുണിന് അത്ര കഴിവൊന്നുമില്ലായിരുന്നു. However, he was blessed with the strength of a great athlete. എന്നാലും അവൻ നല്ലൊരു അത്ലറ്റായിരുന്നു, നല്ല കായികശേഷിയുള്ളവനായിരുന്നു. ഹി വാസ് ആൻ എക്സലൻറ്റ് റണ്ണർ. നല്ല ഓട്ടക്കാരനായിരുന്നു അവൻ. ഹി വുഡ് റൺ ഫോർ അവേഴ്സ്, ബി ഇറ്റ് ഡേ ഓർ നൈറ്റ്. അതായത് രാത്രിയായാലും പകലായാലും അവന് മണിക്കൂറുകളോളം ഓടാൻ പറ്റും. വെനെവർ ഹി ഫെൽറ്റ് സാഡ് ആൻഡ് ലോൺലി ഹി എക്സോസ്റ്റഡ് ഹിംസെൽഫ് ബൈ റണ്ണിങ്, ദസ് റിലീസിങ് ഓൾ ഹിസ് സ്പെൻഡ് അപ്പ് ഇമോഷൻസ്. അതായത് അവന് എപ്പോഴെങ്കിലും ഒറ്റപ്പെടലോ വിഷമോ ഒക്കെ തോന്നുമ്പോൾ അവൻ എന്ത് ചെയ്യും? അവന് ഓടും. അങ്ങനെയാണ് അവൻ്റെ വിഷമങ്ങളൊക്കെ അവൻ തീർക്കുന്നത്. At times, he would miss his school bus and would then run to school, which was 5 miles away from his home. ചില സമയങ്ങളിലൊക്കെ അവന് സ്കൂൾ ബസ്സൊക്കെ മിസ്സാവാറുണ്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഓടും. അത് ഏകദേശം 5 മൈൽ അകലാണ് വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ളത്. അത്രയും ദൂരം അവന് ഓടിപ്പോവും. ഹി ജസ്റ്റ് ഹാഡ് വൺ ഡ്രീം ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. അവന് ആകെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു. എന്തായിരുന്നു വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് റണ്ണർ ആയിരിക്കണമെന്ന്, ഏറ്റവും വേഗം കൂടിയൊരു ഓട്ടക്കാരനായിരിക്കണം എന്നായിരുന്നു അവൻ്റെ ഡ്രീം. തരുൺ ഡിഡ് നോട്ട് നോ ഹൗ ടു അച്ചീവ് ഹിസ് ഡ്രീം. പക്ഷേ അവൻ്റെ ഈ ഡ്രീം എങ്ങനെ അച്ചീവ് ചെയ്യുമെന്ന് അവന് അറിയില്ലായിരുന്നു. On the one hand, his parents hated his running and wanted him to concentrate more on his studies, which he never did. ഒരു കാര്യം പറഞ്ഞാൽ അവൻ്റെ പാരൻസിന് എന്താ, ഇവന് ഈ ഓടുന്നതൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ എങ്ങനെയെങ്കിലും ഇവൻ്റെ പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്നായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇവനതൊന്നും ചെയ്തില്ല. On the other hand, he belonged to a middle-class family, and Tarun knew that to achieve his dream, he needed an intensive training, the amount for which was well beyond his family's reach. പിന്നെ വേറൊരു വിധത്തിലാണെങ്കിൽ ഇവൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു മിഡിൽ ക്ലാസ് സാധാരണ ഒരു ഫാമിലി ആയിരുന്നു. അപ്പോൾ തരുണിന് മനസ്സിലായി ഇവൻ്റെ ഈ സ്വപ്നം, ഈ നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓട്ടക്കാരനാവണമെന്നുള്ള ഈ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ എന്ത് വേണം? നല്ല ട്രെയിനിങ് ഒക്കെ ഉണ്ടായാലേ പറ്റുള്ളൂ. അതിന് തന്നെ നല്ല കാശും ആവും. അപ്പോൾ എന്ത് പറ്റും? അത് ഇവൻ്റെ ഫാമിലിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും കാശാണ്. ഇവൻ്റെ ഫാമിലിക്ക് അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇവനറിയായിരുന്നു. വെൻ തരുൺ ഫെയിൽഡ് ഇൻ ഹിസ് terminal examinations, his father was very angry with him.
അതായത് ഇവൻ്റെ ടെർമിനൽ എക്സാമിനേഷനിൽ കൊല്ലപരീക്ഷയ്ക്ക് ഇവൻ എന്ത് ചെയ്തു, പരാജയപ്പെട്ടു. അപ്പോൾ ഇവൻ്റെ അച്ഛന് ഭയങ്കര ദേഷ്യം വന്നു. ഹിസ് ഫ്രണ്ട്സ് ടു മെയ്ഡ് ഫൺ ഓഫ് ഹിം. അവൻ്റെ ഫ്രണ്ട്സും അവനെ കളിയാക്കി. ഇറ്റ് വാസ് എ ഡേ ഹി വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി ആൻഡ് സോ ഹി ടുക്ക് ടു റണ്ണിങ്. അതായത് ഈ ദിവസമാണ് ഇവനെ എപ്പോഴും ഇവൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തു കളയാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു ദിവസം. അതായത് എല്ലാവരും കുറ്റപ്പെടുത്തിയ ആ ദിവസത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇവൻ ഒളിച്ചോടണം എന്നോർത്ത് അവൻ എന്ത് ചെയ്തു, അവൻ ഓടാൻ തുടങ്ങി. ഹി റാൻ ഓൾ അറൗണ്ട് ദ പാർക്ക്. അവൻ എന്ത് ചെയ്തു, പാർക്കിൻ്റെ ചുറ്റും ഓടി. ദ സൺ ബീറ്റ് ഡൗൺ ടു ചെക്ക് ഹിസ് റേജ് ബട്ട് നത്തിങ് കുഡ് സ്റ്റോപ്പ് തരുൺ. അപ്പോൾ സൺ സൂര്യൻ എന്ത് ചെയ്തു, ബീറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ, കത്തിജ്വലിക്കുക. ടു ചെക്ക് ഹിസ് റേജ് എന്ന് പറഞ്ഞാൽ ദേഷ്യം. അവൻ്റെ ദേഷ്യം അളക്കാൻ വേണ്ടിയിട്ട് സൂര്യൻ വരെ കത്തിജ്വലിച്ചു. പക്ഷേ തരുൺ എന്ത് ചെയ്തില്ല, നിന്നില്ല എന്ന്. അവനെ ഓടിക്കൊണ്ടിരുന്നു. അതായത് സൂര്യൻ്റെ വലിയ ചൂടിലും അവന് നന്നായിട്ട് ഓടിക്കൊണ്ടിരുന്നു. ആഫ്റ്റർ അബൌട്ട് ആൻ അവർ ഹി വാസ് ഫുള്ളി എക്സോസ്റ്റഡ് ആൻഡ് ഹിസ് ഫ്യൂറി ഹാവിങ് സബ്സീഡഡ് ഹി ത്രൂ ഹിംസെൽഫ് ഓൺ എ ബെഞ്ച് ആൻഡ് സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി. ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എന്തായി, ഇവൻ ഫുള്ളി എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ തളർന്നു, ശരിക്കും അങ്ങോട്ട് തളർന്നു ഓടി. ആൻഡ് ഹിസ് ഫ്യൂറി എന്ന് പറഞ്ഞാൽ കോപം, ഹാവിങ് സബ്സീഡഡ് അവൻ്റെ ദേഷ്യമൊക്കെ കുറഞ്ഞു. സബ്സീഡഡ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു. ഹി ത്രൂ ഹിംസെൽഫ് ഓൺ എ ബെഞ്ച് അവൻ എന്ത് ചെയ്തു, ഒരു ബെഞ്ചിലിരുന്നു. ആൻഡ് സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി. ഇങ്ങനെ ഓടി കിതയ്ക്കൂലേ, അങ്ങനെ വേഗം കിതയ്ക്കാൻ തുടങ്ങി. സഡൻലി ഹി ഹേർഡ് എ വോയിസ് അറ്റ് ഹിസ് എൽബോ. വാട്ട് ഈസ് ഇറ്റ് സൺ? പെട്ടെന്ന് ഇവൻ എന്ത് ചെയ്യാണ്, ഒരു ശബ്ദം കേൾക്കാണ്. എൽബോ എന്ന് പറഞ്ഞാൽ ഇവിടെ കൈമുട്ടുന്നുള്ള, അതായത് ഇവൻ്റെ ബെഞ്ചിൻ്റെ ആ സൈഡിലേക്ക് താഴെ നിന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വാട്ട് ഈസ് ഇറ്റ് സൺ? എന്താ മോനെ, എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഒരു സൗണ്ട് കേട്ടു. തരുൺ ടേൺ ടു ഹിസ് ലെഫ്റ്റ് ആൻഡ് ദർ സാറ്റ് എ മാൻ ഓഫ് അബൌട്ട് 60. അതായത് തരുൺ പെട്ടെന്ന് ലെഫ്റ്റിലേക്ക്, അവൻ്റെ ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞു. അപ്പോൾ അവൻ ആരെ കണ്ടു, ഏകദേശം ഒരു 60 വയസ്സുള്ളൊരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഐ ഫെയിൽഡ് ഇൻ 2 സബ്ജക്ട്സ് ഹി റിപ്ലൈഡ് ഇൻ എ ഡിപ്രസ്ഡ് ടോൺ. ഞാൻ 2 വിഷയത്തിൽ പരാജയപ്പെട്ടു എന്ന് അവൻ ഇങ്ങനെ വിഷമത്തോടുകൂടി പറഞ്ഞു. ദ മാൻ സ്മൈൽഡ് സിംപത്തറ്റിക്കലി ആൻഡ് സെഡ്, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് മൈ ബോയ്. ബൈ ദ വേ, ഐ ആം റാം നാരായൺ ആൻഡ് യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. അപ്പോൾ ആരാ ഇയാൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഇവനോടുള്ള സിമ്പതി കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ ഉയർച്ചയും താഴ്ചകളൊക്കെ ഉണ്ട് എൻ്റെ മോനെ. ബൈ ദ വേ, എന്തായാലും ഐ ആം റാം നാരായൺ, ഞാൻ റാം നാരായൺ, അയാളുടെ പേരാണ് റാം നാരായൺ. ആൻഡ് യു ആർ വൺ ഓഫ് ദി ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. അതായത് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു ഓട്ടക്കാരൻ നീയാണെന്ന് പറയാം. അതായത് നീ നന്നായിട്ട് ഓടുന്നുണ്ടല്ലോ എന്ന് പറയാം. റാം നാരായൺ. Are you the same Ram Narayan who won an Olympic medal in the 400-meter race in the 1960s? Tarun could not hide his excitement. റാം നാരായൺ എന്ന് കേട്ടപ്പോൾ തന്നെ ഇവന് പെട്ടെന്ന് അയ്യോ, ആ 1960-കളിലെ ഒളിമ്പിക്സിൽ 400 മീറ്റർ ഓട്ടത്തിന് നിങ്ങൾക്കാണ് ഒളിമ്പിക് മെഡൽ കിട്ടിയ ആ റാം നാരായണനാണോ നിങ്ങൾ എന്ന് ചോദിച്ചു. അവന് പെട്ടെന്ന് അവൻ്റെ ആകാംക്ഷ അടക്കാൻ കഴിഞ്ഞില്ല. അവൻ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു. യെസ് ബാറ്റ് കെയിം ദ റിപ്ലൈ. തരുൺ വാസ് ഡാസിൽഡ്. അയാൾ അത്ര ഇതല്ലേണ്ട് അതേ മോനെ എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ തരുൺ എന്ത് ചെയ്തു, തരുണിൻ്റെ കണ്ണൊക്കെ തള്ളിപ്പോയി. സൺ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദ പാസ്റ്റ് 45 minutes കണ്ടിന്യൂ റാം നാരായൺ ആൻഡ് ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു. അപ്പോൾ നാരായണൻ എന്താ പറഞ്ഞത്, മോനെ ഞാൻ ഈ കഴിഞ്ഞ 45 മിനിറ്റായിട്ടും നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിന്നിൽ എന്താ നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ടെന്ന് അദ്ദേഹം പറയാണ്. തരുൺ കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ്. ഇത് കേട്ടപ്പോൾ തരുണിന് എന്താ മുഖത്ത് ചെറിയ നാണം പോലെയൊക്കെ ചെറിയ ചിരിയൊക്കെ വന്നു. ഓൾ യു നീഡ് ടു ഡു ഇസ് കീപ് ദ പാഷൻ ബേണിങ് ഇൻ യു ആൻഡ് നെവർ ഗീവ് അപ്പ്. അതായത് നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിനക്കുള്ള ഈ പാഷനില്ലേ അതൊരിക്കലും വിട്ടുകളയരുതെന്ന് പറയാണ്. ഹാവ് യു ജോയിൻ സം ട്രെയിനിങ് സ്കൂൾ? ദ മാൻ എൻക്വയർഡ്. നീ ഏതെങ്കിലും ട്രെയിനിങ് സ്കൂളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടോ മോനെ എന്ന് ചോദിക്കുകയാണ്. തരുൺ സ്മൈൽ ഫെയ്ഡഡ് ആൻഡ് ഹി സീം ഡിസ്ട്രോട്ട്. അത് കേട്ടപ്പോൾ അവൻ്റെ മുഖത്തുണ്ടായ ചിരിയൊക്കെ മങ്ങി ചെറിയ വിഷമായി. എ ട്രെയിനിങ് സ്കൂൾ ഇസ് വെരി എക്സ്പെൻസീവ് സർ ആൻഡ് ഐ ആം അൺഎംപ്ലോയിഡ് സെഡ് തരുൺ, ഫീലിംഗ് ഹാപ്പി ദാറ്റ് ഹി കുഡ് ജോക്ക് ഈവൻ ഇൻ ദിസ് സർക്കംസ്റ്റൻസസ്. അതായത് ഒരു ട്രെയിനിങ് സ്കൂളിലൊക്കെ ചേരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ചിലവുള്ള കാര്യമല്ലേ സാർ, എനിക്ക് ജോലിയൊന്നുമില്ലാന്ന് തരുൺ പറഞ്ഞു. ബട്ട് റാം നാരായൺ സീംഡ് പ്രിറ്റി സീരിയസ്. ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട് ബട്ട് ഐ പുട്ട് ഫോർവേഡ് എ കണ്ടീഷൻ. ഇപ്പോൾ റാം നാരായൺ കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞു, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ട്രെയിനിങ് തരാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറയാം.
വാട്ട്സ് യുവർ കണ്ടീഷൻ? തരുൺസ് വോയിസ് ഷോഡ് ക്യൂരിയോസിറ്റി ആൻഡ് ആങ്സൈറ്റി. ഓ എന്താ കണ്ടീഷൻ? തരുണിൻ്റെ വോയിസിൽ അപ്പോൾ നല്ല ക്യൂരിയോസിറ്റി, ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു, ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ദർ ഇസ് എ റേസ് ഓൺ ചിൽഡ്രൻസ് ഡേ അറ്റ് ദ നെഹ്റു സ്റ്റേഡിയം. അതായത് ചിൽഡ്രൻസ് ഡേയിൽ നെഹ്റു സ്റ്റേഡിയത്തിലൊരു റേസ് ഉണ്ട്. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കോമ്പീറ്റിംഗ് ദെയർ. ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദാറ്റ് റേസ് ഐ പ്രോമിസ് ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു, സെഡ് റാം നാരായൺ. അപ്പോൾ ഈ റാം നാരായൺ എന്താ പറഞ്ഞത്? ഈ ചിൽഡ്രൻസ് ഡേയിലുള്ള ഈ റേസിൽ നിൻ്റെ പ്രായത്തിലുള്ള വേറെ കുട്ടികളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നീ ഈ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിജയിച്ച് കഴിഞ്ഞാൽ ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാമെന്ന് പറയാണ്. ദാറ്റ് ഈസ് നോ ബിഗ് ഡീൽ, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ കാണ്ടേ. ഓ അതത്ര വലിയ കാര്യമൊന്നുമില്ല, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അവൻ തന്നെ ചോദിക്കുകയാണ്. തോട്ട് തരുൺ. അവൻ തന്നെ ഇങ്ങനെ വിചാരിച്ചു. ഐ വിൽ സർ, യു ഹേർഡ് ഹിംസെൽഫ് സേയിങ് വിത്ത് കംപ്ലീറ്റ് കൺവിക്ഷൻ. ഓ ഞാൻ ചെയ്യാം സാറേ എന്ന് അവൻ പറഞ്ഞു. ഫൈൻ ബോയ്, ഇറ്റ് ഈസ് മൈ ജോബ് ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ് ആൻഡ് റിമെമ്പർ യുവേഴ്സ് ടു വിൻ ഇറ്റ്. ടെൽ മീ വാട്ട് ഈസ് യുവർ നെയിം, ആസ് റാം നാരായൺ. ഓ ശരി മോനെ, നന്നായി. നിന്നെ ആ റേസിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത് എൻ്റെ ജോലിയാണ്. അപ്പോൾ എന്താ നിൻ്റെ പേരെന്ന് ആര് ചോദിച്ചു? റാം നാരായൺ ചോദിച്ചു. തരുൺ കപൂർ സർ. തരുൺ കപൂർ എന്നാണ് സാർ എൻ്റെ പേരെന്ന് പറഞ്ഞു. തരുൺ, ഐ വിൽ മീറ്റ് യു ഹിയർ ആഫ്റ്റർ 5 days ടു ഗീവ് യു യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ്. ഓൾ ദ ബെസ്റ്റ്, സെഡ് റാം നാരായൺ ആൻഡ് ലെഫ്റ്റ്. അതായത് തരുണേ, ഇവിടെ ഞാൻ 5 ദിവസം കഴിഞ്ഞ് ഇവിടെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നിനക്ക് വേണ്ട അവിടുത്തെ പാർട്ടിസിപ്പേഷൻ കാർഡൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് റാം നാരായൺ പോയി. ഓൺ ദ വേ ഹോം Tarun thought that if his father had not scolded him, he wouldn't have got this opportunity. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ തരുൺ എന്താ വിചാരിച്ചത്? ഓ എൻ്റെ അച്ഛനിപ്പോൾ ഇങ്ങനെ ഈ കാര്യത്തിൽ എന്നെ ചീത്ത പറഞ്ഞില്ലായിരുന്നെങ്കിൽ, വഴക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു അവസരം കിട്ടില്ലായിരുന്നല്ലോ. ഈ അച്ഛൻ വഴക്ക് പറഞ്ഞുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഇങ്ങനെ ഓടയൊക്കെ ചെയ്തത്, അതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് ആര് വിചാരിച്ചു? തരുൺ വിചാരിച്ചു. ദ നെക്സ്റ്റ് ഡേ ബ്രോട്ട് എ ന്യൂ റേ ഓഫ് ഹോപ്പ്. അതായത് അടുത്ത ദിവസം എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയുടെ ഒരു കനലുണ്ടായിരുന്നു തരുണിന്. തരുൺ ഗോട്ട് അപ്പ് ഏർലി, had milk, and before his mother could finish her query on what he was up to, he ran out and went to the Nehru Stadium to check the details of the race. He was very happy indeed. അപ്പോൾ എന്ത് ചെയ്തു? തരുൺ നേരത്തേക്ക് എഴുന്നേറ്റിട്ട് പാലൊക്കെ കുടിച്ചിട്ട് നേരെ അമ്മ എന്താ നേരത്തെ എഴുന്നേറ്റെന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ വേഗം അവൻ ഇവിടെ ഓടി നെഹ്റു സ്റ്റേഡിയത്തിലെത്തി. ഇതിൻ്റെ ഈ റേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ അവൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. തരുൺ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് സെലസ്ലി എന്ന് പറഞ്ഞാൽ തരുൺ ഭയങ്കര ആവേശത്തോടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. എവറി ഡേ ഹി വുഡ് ഗെറ്റ് അപ്പ് അറ്റ് 4 in the morning ആൻഡ് റൺ അപ്പ് ടു 10 miles. അതായത് എല്ലാ ദിവസവും രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് 10 മൈൽ വരെ ഓടും. ഇൻ ദ ഈവനിങ്സ് ഹി വുഡ് ടൈം ഹിംസെൽഫ് അക്കോർഡിംഗ് ടു ദ 1000 meter ഡിസ്റ്റൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ കോമ്പറ്റീഷൻ. വൈകിട്ട് എങ്ങനെയാണ് ഈ 1000 meter ആണ് ഇതിൽ ഈ കോമ്പറ്റീഷനിൽ 1000 meter ആണ് ഓടുന്നത്. അപ്പോൾ അത്രേ ഓടും വൈകിട്ട്. He wanted everything to be perfect. It was for the first time in his life that he was demanding such perfection in things he did, he thought. അതായത് എല്ലാം അവന് നല്ല പെർഫെക്റ്റായിട്ട് നടക്കണം എന്നുണ്ടായിരുന്നു. അതായത് അവൻ്റെ ലൈഫിൽ തന്നെ അവന് ആദ്യമായിട്ടാണ് ഒരു കാര്യം നല്ല പെർഫെക്റ്റായിട്ട് നടക്കണം എന്ന് വിചാരിക്കുന്നതെന്ന്. He also wanted someone to back him up and so he told everything to his mother. എന്തായാലും അവൻ്റെ പുറകെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ്റെ എല്ലാ കാര്യങ്ങളും ആരോട് പറഞ്ഞു? അമ്മയോട് പറഞ്ഞു. തരുൺ പ്രാക്ടീസ്ഡ് വിഗറസ്ലി ഫോർ 5 days. അതായത് വിഗറസ്ലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉത്സാഹത്തോടെ 5 ദിവസം എന്ത് ചെയ്തു? ഭയങ്കര ഉത്സാഹത്തോടെ തരുൺ പ്രാക്ടീസ് ചെയ്തു. ആൻഡ് ദെൻ പ്രോംപ്റ്റ്ലി മെറ്റ് റാം നാരായൺ ടു കളക്ട് ഹിസ് പാർട്ടിസിപ്പേഷൻ കാർഡ്. എന്നിട്ട് ഭയങ്കര ആവേശത്തോടെ ആരെ പോയി കണ്ടു? റാം നാരായണൻ. എന്തിനാ ഈ പാർട്ടിസിപ്പേഷൻ കാർഡ് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ പോയി. ഹി ഗേസ്ഡ് അറ്റ് ദ പീസ് ഓഫ് പേപ്പർ ഓൺ വിച്ച് ഹിസ് നെയിം ഹാഡ് ബീൻ പ്രിൻറ്റഡ് ബോൾഡ്ലി. ഇറ്റ് മെൻറ്റ് സോ മച്ച് ടു ഹിം. അപ്പോൾ അദ്ദേഹം ഈ കാർഡ് കൊടുത്തപ്പോൾ ആ കാർഡിൽ, ആ പേപ്പറിൽ എന്ത് എഴുതിയിട്ടുണ്ട്? ആ കാർഡിൽ ഇവൻ്റെ പേര് നല്ല ബോൾഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവനിത് വലിയ അർത്ഥമുള്ള ഒരു കാര്യമാണ് ഒരു പേപ്പറിൽ ഇങ്ങനെ ഒരു കാർഡിലൊരു പേരൊക്കെ വരാമെന്ന് പറയുന്നത്. ഹൗ ഹാഡ് ഐ മസ്റ്റ് വിൻ ദിസ് റേസ് തോട്ട് ഹി. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ഈ റേസിൽ വിജയിച്ചിരിക്കുമെന്ന് അവൻ വിചാരിക്കുകയാണ്. ഹി വോണ്ടഡ് ടു ഷോ ഹിസ് ഫാദർ ദാറ്റ് ഹി വാസ് നോട്ട് റിയലി ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി ആൻഡ് ദാറ്റ് ഹി കുഡ് ബി ഗുഡ് അറ്റ് സംതിങ് അറ്റ് ലീസ്റ്റ്. അതായത് അവൻ്റെ അച്ഛനെ കാണിച്ചു കൊടുക്കണമെന്നുണ്ട്. എന്തായാലും എൻ്റെ കുടുംബത്തിലെ ഏറ്റവും കൊള്ളരുതാത്തവൻ ഞാനൊന്നുമല്ല എന്ന് അവൻ്റെ അച്ഛനെ അറിയിക്കണം. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അച്ഛനെ കാണിച്ചു കൊടുക്കണമെന്ന് അവന് ആഗ്രഹം ഉണ്ടായിരുന്നു.
ഇറ്റ് വാസ് 14th നവംബർ 14th അതല്ലേ ചിൽഡ്രൻസ് ഡേ. ആ ദിവസമായി ബൗയിങ് ലോ ഫോർ ദ ബ്ലെസ്സിങ്സ് ഓഫ് ഹിസ് മദർ തരുൺ പെഡാൽഡ് അവേ ടു ദ സ്റ്റേഡിയം. അതായത് കാലിലൊക്കെ തൊട്ട് വന്നിച്ചിട്ട് അമ്മേനെ കാലിലൊക്കെ തൊട്ട് വന്നിച്ചിട്ട് തരുൺ എന്ത് ചെയ്തു, സ്റ്റേഡിയത്തിലേക്ക് പോയി. നടന്നു പെഡൽഡ്. ദർ വാസ് എ ഹ്യൂജ് ക്രൗഡ് വെയിറ്റിംഗ് ടു ഗോ ഇൻസൈഡ്. അതായത് ഈ സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് കയറാൻ ഒരു വലിയ ക്രൗഡ് എന്ന് പറഞ്ഞാൽ എന്താ, ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. തരുൺ എൻറ്റേർഡ് ദ ഓഫീസ് വെയർ എ സൈൻ ബോർഡ് റെഡ് പാർട്ടിസിപ്പൻസ് ഓൺലി വിത്ത് ഹിസ് ഹാർട്ട് ബീറ്റിംഗ് ഫാസ്റ്റർ എവറി സെക്കൻഡ്. അവിടെ എത്തിയപ്പോൾ തന്നെ തരുൺ പാർട്ടിസിപ്പൻസ് ഓൺലി എന്ന് എഴുതിയ ഒരു ഓഫീസ് കണ്ടു, പാർട്ടിസിപ്പൻസിന് മാത്രം പ്രവേശനമുള്ള. അപ്പം ഒരു കാർഡൊക്കെ സൈൻ ബോർഡൊക്കെ എഴുതി വെച്ചേക്കണം. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് അവൻ്റെ നെഞ്ചൊക്കെ ഇടിക്കാൻ തുടങ്ങി. ഇൻസൈഡ് ദർ വർ അബൌട്ട് 50 പാർട്ടിസിപ്പൻസ് വെയിറ്റിംഗ് ഫോർ ദ റേസ് ടു ബിഗിൻ. അവൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആ റൂമിലെ ഓഫീസിൽ ഏകദേശം ഒരു 50 പാർട്ടിസിപ്പൻസ് ഉണ്ട്. അവരെല്ലാവരും ഈ റേസ് തുടങ്ങണേം കാത്ത് നിൽക്കുകയാണ്. ഹി ഫെൽറ്റ് സംവൺ പാറ്റിംഗ് ഹിം ഓൺ ദ ഷോൾഡേഴ്സ്. ആരോ അവൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ തട്ടണ പോലെ തോന്നി. ഹലോ തരുൺ, ഇറ്റ് വാസ് റാം നാരായൺ. ഓൾ ദ ബെസ്റ്റ്, ഹി സെഡ് അഫെക്ഷനേറ്റ്ലി. ഹായ് തരുൺ എന്ന് പറഞ്ഞാൽ ആരെ വിളിച്ചത്? റാം നാരായണായിരുന്നു. ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല വാത്സല്യത്തോടെ പറഞ്ഞു. തരുൺ സ്മൈൽഡ് അറ്റ് ഹിം ബട്ട് ഡിഡ് നോട്ട് സേ എ വേർഡ്. ഫിയർ ഹാഡ് ഗ്രിപ്ഡ് ഹിം ഫ്രം ഹെഡ് ടു ടോ. തരുൺ അത് കേട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ചിരിച്ചു അദ്ദേഹത്തോട്. പക്ഷെ അവനൊരു വാക്കുപോലും പറയാൻ പറ്റില്ല. കാരണം അവന് തല തൊട്ട് അടി തൊട്ട് മുടി വരെ എന്ന് പറയൂലേ. അപ്പം അതുവരെ അവൻ എന്തായിരുന്നു ഭയങ്കര പേടിയായിരുന്നു ഈ റേസിൻ്റെ കാര്യം ഓർത്തിട്ട്. ഓൾ ദ പാർട്ടിസിപ്പൻസ് ലൈൻഡ് അപ്പ്. എല്ലാവരും ലൈനിൽ നിന്നു, എല്ലാ പാർട്ടിസിപ്പൻസും. എവറി റേസ് ഗ്ലിറ്റേർഡ് വിത്ത് ദ ഹോപ്പ് ഓഫ് വിന്നിങ് ദ റേസ്. എവറി ഫേസ്, എല്ലാ മുഖത്തും എന്ത് കാണായിരുന്നു? ഈ റേസ് വിജയിക്കണം എന്നുള്ളൊരു പ്രതീക്ഷ ഈ പാർട്ടിസിപ്പൻസിൻ്റെ എല്ലാവരുടെയും മുഖത്ത് നമുക്ക് കാണായിരുന്നു. ഈച്ച് വൺ ഓഫ് ദം ഹാഡ് ഹിസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഇൻ ദ സ്റ്റാൻഡ്സ് ടു ചിയർ ഫോർ ഹിം. എല്ലാവർക്കും അവരുടെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് അവരെ ചിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ടു ഹിസ് അമേസ്മെൻറ്റ് തരുൺ കോട്ട് സൈറ്റ് ഓഫ് ഹിസ് മദർ ഇൻ ദ സ്റ്റാൻഡ്സ്. പെട്ടെന്ന് അവന് ഭയങ്കര അത്ഭുതം തോന്നി. അവൻ്റെ അമ്മേനെയും കണ്ടു അവിടെ നിൽക്കണ ഈ ആൾക്കാരുടെ കൂട്ടത്തിൽ. ദ ഫിയർ ഇൻ ഹിസ് ഐസ് ഗേവ് വേ ടു കോൺഫിഡൻസ്. അത് കണ്ടപ്പോൾ ഇവന് ഭയങ്കര പേടിയുണ്ടായിരുന്ന കണ്ണുകളിൽ ഭയങ്കര കോൺഫിഡൻസ്, ആത്മവിശ്വാസം വന്നു. ദ വിസിൽ ബ്ലൂ ആൻഡ് ഓൾ ദ പാർട്ടിസിപ്പൻസ് സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ഓൾ ദെയർ മൈറ്റ്. അപ്പോൾ വിസിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ പാർട്ടിസിപ്പൻസും അവരുടെ ശക്തി ഉപയോഗിച്ച് ഓടാൻ തുടങ്ങി. ദേ വർ ഓൾ ഡിറ്റർമിൻഡ് ടു ബി ദ വിന്നർ ഓഫ് ദ റേസ്. എല്ലാവരും അവർ തന്നെയാവണം ഇതിലെ വിജയിന്ന് ഡിറ്റർമിൻ ചെയ്ത് തീരുമാനിച്ച് വന്നിരിക്കുന്നവരാണ്. ഇൻ ദ ലീഡ് വാസ് ദ ഫാസ്റ്റസ്റ്റ് ഓഫ് ദം ഓൾ തരുൺ. സീയിങ് ഹിംസെൽഫ് എഹെഡ് ഓഫ് എവരിബഡി, തരുൺ ഫെൽറ്റ് വെരി പ്രൗഡ് ഓഫ് ഹിംസെൽഫ്. അതായത് ലീഡിൽ ഏറ്റവും ഫസ്റ്റ് ആരായിരുന്നു? തരുൺ തന്നെയായിരുന്നു. അപ്പം തരുണിന് തന്നെ ഇവരുടെ എല്ലാവരുടെയും ഫ്രണ്ടിൽ തരുണെത്തിയപ്പോൾ തരുണിന് തന്നെ ഭയങ്കര അഭിമാനം തോന്നി അവനോട് തന്നെ. ഓൺ ദ ട്രാക്ക് ദർ വാസ് എ ഷാലോ പാത്ത്. ആസ് ഹി വാസ് റണ്ണിങ് ഫാസ്റ്റ് തരുൺ ഡിഡ് നോട്ട് നോട്ടീസ് ദാറ്റ് ആൻഡ് ഹി സ്ലിപ്ഡ്. അതായത് ഈ ട്രാക്കിൽ ഒരു ഷാലോ ആയിട്ടുള്ളൊരു പാത്ത് ഉണ്ടായിരുന്നു, ഭയങ്കര ഇടുങ്ങിയ. പക്ഷെ ഇവന് ഈ ഓടണേൻ്റെ ഇടയിൽ എന്ത് ചെയ്തില്ല, തരുൺ അതൊന്നും ശ്രദ്ധിച്ചില്ല. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? സ്ലിപ്പ് ചെയ്തു, തെന്നി വീണു. ബ്രീത്തിങ് ഫാസ്റ്റ് ഹി സോ ദ അതർ കിഡ്സ് ഗോയിങ് പാസ് ഹിം. അതായത് അവൻ പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം വലിക്കല്ലേ, ഓടണേൻ്റെ അണപ്പിലാണ് അവന്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? കണ്ടു വേറെ പിള്ളേരൊക്കെ ഇവൻ്റെ ഫ്രണ്ടിൽ ഓടിപ്പോണത് അവൻ കണ്ടു. ഹി കുഡ് നോട്ട് ബി എ ലൂസർ ടുഡേ ആൻഡ് സോ വിതൗട്ട് വേസ്റ്റിംഗ് എ സെക്കൻഡ് ഹി ഗോട്ട് അപ്പ് ടു റൺ വൺസ് മോർ. അതായത് ഇന്ന് എങ്കിലും ഇവനൊരു പരാജിതന് ആവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു? അധികം സമയം കളയാതെ തന്നെ വേഗം എഴുന്നേറ്റിട്ട് ഓടാൻ തുടങ്ങി. ബീങ് ക്വിക്ക് തരുൺ ഓവർടുക്ക് എ ഫ്യൂ കിഡ്സ് എഹെഡ് ഓഫ് ഹിം. പെട്ടെന്ന് ഓടിയതുകൊണ്ട് തന്നെ അവൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന കുറച്ച് പിള്ളേരുടെ ഫ്രണ്ടിലേക്ക് അവൻ എത്തി. ബട്ട് ആസ് ഫെയ്റ്റ് ഹാഡ് ഇറ്റ് ഹി സ്ലിപ്ഡ് വൺസ് അഗെയിൻ. എന്തോ ഒരു വിധി പോലെ തന്നെ അവൻ എന്ത് ചെയ്തു? ഒന്നുകൂടി വീണു, തെന്നി. വാട്ട് വാസ് ഹാപ്പനിങ് ടു ഹിം? ഹി കുഡ് നോട്ട് ബെയർ ഇറ്റ്. He looked into the crowd and saw his mother. She was saying something to him. Get up son, get up and run. അതായത് എന്താ അവന് പറ്റിയേ? ഹി കുഡ് നോട്ട് ബെയർ ഇറ്റ്. അവനത് സഹിക്കാൻ പറ്റിയില്ല. അവൻ എന്ത് ചെയ്ത്? അവൻ്റെ ചുറ്റുമുള്ള ആൾക്കൂട്ടത്തിലേക്ക് നോക്കി. ക്രൗഡ് എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടം. അപ്പോൾ അവൻ്റെ അമ്മേനെ കണ്ടു. അപ്പോൾ അമ്മ എന്തോ പറയുന്നുണ്ടായിരുന്നു. അമ്മ പറയുന്നത് ഗെറ്റ് അപ്പ് സൺ, മോനെ എഴുന്നേക്കൂ, ഗെറ്റ് അപ്പ് ആൻഡ് റൺ. മോനെ എഴുന്നേറ്റ് വേഗം ഓടിക്കോളാൻ പറയണം അമ്മ. തരുൺ ഗോട്ട് അപ്പ് വൺസ് അഗെയിൻ. തരുൺ വേഗം എഴുന്നേറ്റു. ഹി വാസ് അമംഗ് ദ ലാസ്റ്റ് ഫ്യൂ ബട്ട് ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്. അവനായിരുന്നപ്പോൾ ലാസ്റ്റുള്ള കുറച്ച് പേരുടെ കൂട്ടത്തിലായി. അവൻ ഫസ്റ്റ് ഓടിക്കൊണ്ടിരുന്ന അവൻ ലാസ്റ്റായി. പക്ഷെ അവൻ എന്ത് ചെയ്തില്ല? വിട്ടുകൊടുത്തില്ല.
വൺസ് മോർ ഹി ഓവർടുക്ക് സം ചിൽഡ്രൻ. ഒന്നുകൂടി അവൻ നന്നായിട്ട് ഓടിക്കഴിഞ്ഞപ്പോൾ കുറച്ച് പിള്ളേരുടെ ഫ്രണ്ടിലെത്തി. സിൻസ് ഹി വാസ് ഫ്രെറ്റിംഗ് എ ലിറ്റിൽ ടു മച്ച് ഹി ഫെൽ എ തേർഡ് ടൈം. പക്ഷെ എന്നാലും അവന് ഒന്നും കൂടി വീണു. മൂന്നാമത്തെ പ്രാവശ്യം അവൻ എന്ത് ചെയ്തു? വീണു. ടീയേഴ്സ് വെർ റോളിങ് ഡൗൺ ഹിസ് ചീക്സ്. അപ്പോൾ അവൻ്റെ മുഖത്ത് കവിളിലൊക്കെ കണ്ണീരിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹൗ വിൽ ഹി ഗെറ്റ് ഇൻ ടു രാംനാരായൺസ് ട്രെയിനിങ് നൗ? ഇനി എങ്ങനെ രാംനാരായണൻ്റെ ട്രെയിനിങ്ങിൽ അവന് ചേരാൻ പറ്റും? ഹൗ വിൽ ഹി പ്രൂവ് ടു ഹിസ് പാരൻസ് ദാറ്റ് ഹി വാസ് ടാലൻറ്റഡ്? എങ്ങനെ അവൻ കഴിവുള്ള കുട്ടിയാണെന്ന് അവൻ്റെ പാരൻസിനോട് അവനെ തെളിയിക്കാൻ പറ്റും? ഹി വാസ് ദ ലാസ്റ്റ് കിഡ് ഓൺ ദ ട്രാക്ക് നൗ. ഇപ്പോൾ അവന് ആ ട്രാക്കിലെ ഏറ്റവും ലാസ്റ്റ് ഓടുന്ന കുട്ടിയായി. ഹി ടേൺ ഹിസ് ഐസ് ടുവേർഡ്സ് ദ സ്റ്റാൻഡ്സ്. അവൻ എന്ത് ചെയ്തു? ചുറ്റും കൂടിയ ആൾക്കാരിലേക്ക് നോക്കി. അവന് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഓടുന്നത് അവനാണ്. അപ്പോൾ അവൻ ചുറ്റുള്ള ആളുകളിലേക്ക് ഇങ്ങനെ നോക്കി. Then he heard Ram Narayan screaming from somewhere. Come on Tarun, run. അപ്പോഴാണ് അവൻ ഈ രാം നാരായണൻ എവിടുന്നോ ഒച്ചയിൽ പറയാണ്, come on Tarun, ഓടെന്ന് പറയാണ്. And so he got up a third time. മൂന്നാമത്തെ പ്രാവശ്യം അവൻ എന്ത് ചെയ്തു? എഴുന്നേറ്റു. The tall-year-old determined boy who was last on the track got up and ran with all the strength he had. ഈ 12 വയസ്സുള്ള ഈ ഉറച്ച തീരുമാനമെടുത്ത ഈ ആൺകുട്ടി, അതായത് തരുൺ, അവൻ എന്ത് ചെയ്തു? ട്രാക്കിൻ്റെ ഏറ്റവും ലാസ്റ്റിലായിരുന്നു അവൻ എഴുന്നേറ്റ് നല്ല ഉള്ള സ്ട്രെങ്ത്തൊക്കെ എടുത്ത്, ഉള്ള ശക്തിയൊക്കെ എടുത്ത് അവൻ ഓടാൻ തുടങ്ങി. ദ ക്രൗഡ് വാസ് ചിയറിങ് ഫോർ പവൻ, ദ ബോയ് ഹു ഹാഡ് വൺ ദ റേസ്. അതായത് ഈ റേസ് വിജയിച്ച കുട്ടിയുടെ പേരാണ് പവൻ. അപ്പോൾ ഈ ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടിയിരുന്ന ആളുകൾ, ജനക്കൂട്ടം ആരെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? ഈ പവനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ടു തരുൺസ് സർപ്രൈസ് ദർ വാസ് എ ലൗഡർ അപ്ലോസ് വെൻ ഹി ക്രോസ് ദ ഫിനിഷിംഗ് ലൈൻ ലാസ്റ്റ്. പക്ഷേ തരുണിനെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ അവൻ ഈ ലാസ്റ്റല്ലേ ഓടി വന്നത്. പക്ഷേ അവൻ ഈ ഫിനിഷിംഗ് ലൈന് കടന്നപ്പോൾ തന്നെ അവിടെ ഇരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവനെ പ്രശംസിക്കാൻ തുടങ്ങി. ദ ഓഡിയൻസ് ചിയേർഡ് ഫോർ ഹിസ് ഡിറ്റർമിനേഷൻ ആൻഡ് ഹിസ് വാലർ ഫോർ നെവർ ഗിവിങ് അപ്പ്. അതായത് ഈ ഓഡിയൻസ് അവനെ പ്രശംസിച്ച് എന്തിനാണെന്ന് വെച്ചാൽ ഫോർ ഹിസ് ഡിറ്റർമിനേഷൻ, അവൻ്റെ ഉറച്ച തീരുമാനത്തിനും, ആൻഡ് ഹിസ് വാലർ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ്റെ വീര്യം അല്ലെങ്കിൽ അവൻ്റെ ധൈര്യം. അതിനേക്ക് അവൻ ആര് പ്രശംസിച്ചു? ഓഡിയൻസ് പ്രശംസിച്ചു. അവന് വിട്ടുകൊടുക്കാത്ത അത്രയും അവൻ പിന്നെ ലാസ്റ്റ് ആർന്നിട്ടും അവൻ ഓടിച്ചെന്നില്ലേ, അപ്പോൾ അതിന് ഓഡിയൻസ് പ്രശംസിച്ചു. ഹി ബൗഡ് ഹിസ് ഹെഡ് വിത്ത് ഷെയിം ആൻഡ് സെഡ് ടു രാം നാരായൺ, ഐ ആം സോറി സർ, ഐ ലോസ്റ്റ്. അവൻ എന്ത് ചെയ്തു? അവൻ്റെ തല കുനിച്ചിട്ട് അവന് ആകെ നാണക്കേടായി. എന്നിട്ട് രാം നാരായണനോട് പറഞ്ഞു, ഐ ആം സോറി സർ, ഐ ലോസ്. സോറി സർ, എനിക്ക് പറ്റിയില്ല, ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയാണ്. നോ സൺ, ടു മീ യു ഹാവ് വൺ ദ ടഫസ്റ്റ് റേസ്, ദ റേസ് ഓഫ് യുവർ ലൈഫ്. അതായത് ഇല്ല മോനെ, നീ തോറ്റിട്ടൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഭയങ്കര കഠിനമായിട്ടുള്ളൊരു മത്സരമാണ് വിജയിച്ചിരിക്കുന്നത്. അതായത് നിൻ്റെ ജീവിതത്തിലെ മത്സരം തന്നെയാണ് നീ വിജയിച്ചിരിക്കുന്നത്. യു ഗോട്ട് അപ്പ് ആൻഡ് സ്റ്റാർട്ടഡ് എ ഫ്രഷ് ഈച്ച് ടൈം യു ഫെൽ. അതായത് ഓരോ പ്രാവശ്യം നീ വീഴുമ്പോഴും നീ ഭയങ്കര ഫ്രഷായിട്ടും ഭയങ്കര സ്ട്രെങ്ത്തോടുകൂടി നീ ഓടി. യു ആർ എ റിയൽ ലൈഫ് ഹീറോ, യുവർ ട്രെയിനിങ് സ്റ്റാർട്ട്സ് ടുമോറോ. നീയാണ് ശരിക്കൊരു റിയൽ ലൈഫ് ഹീറോ എന്ന് പറയുന്നത്. നിൻ്റെ ട്രെയിനിങ് നാളെ തന്നെ തുടങ്ങും എന്ന് പറഞ്ഞു. ആര്? രാം നാരായൺ. തരുൺ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഇയേഴ്സ്. ടിയേഴ്സ് ഫെൽഡ് ഹിസ് ഐസ് അഗെയിൻ. ശരിക്കും എന്താ കേട്ടത്? ഇവന് കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ കണ്ണിലൊക്കെ ആകെ നിറഞ്ഞു. He smiled at his mother who hugged him and said, "You are the best son in the world." അവൻ്റെ അമ്മയോട് ചിരിച്ചിട്ട് അമ്മയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മ എന്ത് പറഞ്ഞു? "You are the best son in the world." ഈ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല കുട്ടി എന്ന് പറയുന്നത് നീയാണെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്റർ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഒരാളുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ പറ്റിയും അയാളുടെ ഡിറ്റർമിനേഷനെ പറ്റിയും അയാളുടെ സ്ട്രെങ്ത്തിനെ ധൈര്യത്തിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണിത്. അപ്പോൾ വളരെ നല്ലൊരു മെസ്സേജാണ് ഈ ഷോർട്ട് സ്റ്റോറി നമുക്ക് തരുന്നത്. താങ്ക്